കഴിച്ചു നോക്കട്ടെ കേട്ടോ. സൂപ്പറാട്ടോ. ആവി പറക്കുന്ന ഇഡലിപ്പുട്ട്. ഇത് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കഴിക്കണം. ഇത് ഉണ്ടാക്കി വെച്ചേക്കാനൊന്നും കൊള്ളില്ല. സൂപ്പറാട്ടോ, വെറുതെ പറയുന്നൊന്നുമല്ല. ഇന്ന് ഒരു വെറൈറ്റി ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ഹോട്ടലിലൊന്നും പോണ്ട. ഞാൻ വിചാരിച്ചു ശരവണ ഭവനിൽ പോണ്ട വരുമായിരിക്കുന്നു. ഇതെന്താന്ന് മനസ്സിലായോ? ഇഡ്ഡലി പോലെ ഇരിക്കണേ. ഇഡ്ഡലി അല്ലേ? ഇതാണ് ഇഡലി പുട്ട്. ഇത് മുട്ട തക്കാളി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണിത്. പുട്ടിൻ്റെ കുമ്പോ ഒന്നും വേണ്ട, നമുക്ക് പാത്രം കഴുകാനും എളുപ്പം. അപ്പോൾ അതേ ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതാണ് ഉണ്ടാക്കിയിരുന്നത്. ഇതിൻ്റെ കൂടെ പഴം പുഴുങ്ങിയതുകൊണ്ട് ഇത് ഇവിടെ ഉണ്ടായ പഴം തന്നെയാണ്. ഇതിവിടെ ഞങ്ങളുടെ വാഴക്കൊല്ലിൽ ഏത്തക്കായ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ കറക്റ്റായിരുന്നു. പിന്നെ ഒരു പപ്പടം കൂടെ ഉണ്ടെങ്കിൽ സംഗതി ഉഷാർ. പുട്ടുപൊടി നന്നായിട്ട് നനച്ചിട്ട് ആവിയിൽ സ്റ്റീം ചെയ്ത് എടുക്കുക ചെയ്തേക്കണേ. ഇതുപോലെ പുട്ടുപൊടി ഇങ്ങനെ ഇട്ടിട്ട് പയ്യെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം. ഇനി അടച്ചു വെച്ച് സ്റ്റീം ഓൺ ചെയ്യാം. ഒരു 10 മിനിറ്റ് കൊണ്ട് ഇതായി കിട്ടും. അപ്പോൾ നമ്മുടെ ഇഡലിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനത് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം, കാണിച്ചു തരാം. കറിക്കായിട്ട് മുട്ടത്തക്കാളിയാണ് ഉണ്ടാക്കുന്നത്. ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളി വെളുത്തുള്ളി ഒരു കൊച്ചു സവാള, പിന്നെ ഒരു തക്കാളി കുരുകുരാന്ന് നുറുക്കിയത്, പിന്നെ 3 മുട്ടയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു കുറച്ച് പാലൊഴിക്കാനുണ്ട് അതിൽ. അപ്പോൾ ഇത്രയും സാധനം വെച്ച് ഞാൻ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് മുട്ടത്തക്കാളി ഉണ്ടാക്കാൻ പോവാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി. ഉള്ളിയും തക്കാളിയും എല്ലാം ഒന്നിച്ചിടുവാണ്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് എഗ് റോസ്റ്റ് മസാല ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഉപ്പും. മുട്ടയിൽ ഞാൻ ഓൾറെഡി ഉപ്പിട്ട് ബീറ്റ് ചെയ്ത് വെച്ചേക്കണതാണ്. ഞാൻ പൊടികളെല്ലാം ഇട്ട് വഴറ്റി ഒരുവിധം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴാണ് ഇനി മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ പാല് നന്നായിട്ട് തിളച്ച് കഴിയുമ്പം മുട്ട ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ചെയ്യണത്. ഒരു ഗ്രേവി പോലെ ആക്കിയെടുക്കണം. ഞാനിത് 3 മുട്ട ബീറ്റ് ചെയ്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മസാല മിക്സ് നന്നായിട്ട് ബോയിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ എഗ്ഗ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കി ഒരു ഗ്രേവി പോലെ ആയി കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്യുക ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഗ്രേവി പോലെ വന്നു. അപ്പം നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയോ ഏത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കറിക്കായിട്ട് ഗ്രേവി ഉള്ളൊരു കറി പോലെ ഇത് ഉപയോഗിക്കാം. ഞാൻ തീ ഓഫ് ചെയ്തു. ഇത് കണ്ടോ, നല്ലൊരു ഗ്രേവി ഉള്ള ഒരു കറിയായിട്ട് മാറി. ഇതാണ് മുട്ടത്തക്കാളി. ഇത് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കഴിക്കണം. ഇത് ഉണ്ടാക്കി വെച്ചേക്കാനൊന്നും കൊള്ളില്ല. നമ്മളിപ്പോൾ രാവിലെ എണീക്കുമ്പം കറി ഉണ്ടാക്കാനൊക്കെ കുറച്ച് താമസം തോന്നിയാൽ പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പോകണം എന്നൊക്കെ തോന്നിയാൽ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് പോകാൻ പറ്റിയ ഒരു കറിയാണിത്, മുട്ട വെച്ച്. ഇത് മുട്ട മുഴുകാനൊന്നും നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. കഴിച്ചു നോക്കട്ടെ കേട്ടോ. സൂപ്പറാട്ടോ, വെറുതെ പറയുന്നൊന്നുമല്ല.
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട്. അതും കനം കുറച്ചല്ലേ, അപ്പം നമ്മൾ ആ ഇഡലിത്തട്ടിൽ വെക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റീം വന്നിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റുണ്ട്. ഇനി എല്ലാവരും പുട്ട് ഇങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ. പഴം പൊഴിഞ്ഞിട്ട് ആ ഇഡലിത്തട്ടി തന്നെയാണ് ഞാൻ പെട്ടെന്ന് തന്നെ പുട്ടും ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഒറ്റയ്ക്ക് ഒരു പാത്രം മതി. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളിങ്ങനെയൊക്കെ ഉള്ള പുട്ട് ഉണ്ടാക്കിയിട്ട് നല്ലതാണെങ്കിൽ എൻ്റെ വീഡിയോയുടെ അടിയിൽ കമൻ്റൊക്കെ ഇടണേ. ഓക്കെ ബൈ.